Watch India's largest kids library only on Jio Hotstar. Download the app now. വലിയേട്ടാ, ഇവിടെ ട്രക്കിങ്ങിന് കൊണ്ടുവന്നത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നിങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് രസമാണെന്ന് അറിയാമോ? ഞങ്ങള് നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ട്. ആ, നിങ്ങള് മോട്ടു പത്ലുമാരല്ലേ? ഡോക്ടർ ഝട്ക ഘസീട്ടാറാം, ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അതെ അതെ, ഞങ്ങള് നിങ്ങളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ കമൽപൂരിൽ താമസിച്ചവരായിരുന്നില്ലേ? സോറി, നിങ്ങളുടെ പേര് ശരിക്കും അറിയില്ല കേട്ടോ. എന്താ നിങ്ങളുടെ പേര്? അതെ അതെ, ഞങ്ങളും കമാൽപൂരിൽ നിന്ന് തന്നെയാണ്. എന്റെ പേര് റോക്കി എന്നാണ്. പിന്നെ ഇത് എന്റെ കൂട്ടുകാരൻ ചട്ടാൻ സിംഗ് ആണ്. പിന്നെ നിങ്ങളും എവറസ്റ്റ് കയറാൻ വന്നതായിരിക്കും അല്ലേ? ഇവർ ഫുർഫുറി നഗര നിവാസികളാ. ഇവിടെ പിക്നിക് ആഘോഷിച്ച് അവർ സ്ഥലം കാലിയാക്കും. എവറസ്റ്റ് ഒക്കെ ഇവരെങ്ങനെ കയറാനാ? അതിന് നല്ല ശക്തി വേണമല്ലോ. അതെ, നിങ്ങൾ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഫുർഫുറി നഗരത്തിലെ ജനങ്ങൾ ഒന്നിനും കുറഞ്ഞവരല്ല. ഞങ്ങൾ എവറസ്റ്റ് പോലും കീഴടക്കുന്നതായിരിക്കും. ഓക്കെ, അതാണ് കാര്യമെങ്കിൽ ഒന്ന് കേറി കാണിക്കേ, കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ. പത്തുലു തയ്യാറായിക്കൊള്ളൂ. നമ്മളെല്ലാവരും എവറസ്റ്റ് കൊടുമുടി കയറാൻ പോവാ. എന്നിട്ട് ഇവൻ ആദ്യം അത് കാണിച്ചു കൊടുക്കണം. ഓക്കെ, എങ്കിൽ നമുക്ക് കാണാം ആരാ ജയിക്കണേന്ന്. നാളെ രാവിലെ നമുക്ക് എവറസ്റ്റിന്റെ അടുത്തേക്ക് മാർച്ച് ചെയ്യാം. എന്നിട്ട് കാണാം ആരാ ജയിക്കാൻ പോണേന്ന്. ശരി സുഹൃത്തുക്കളെ, നമുക്ക് കിടന്ന് ഉറങ്ങാം. കേട്ടിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ ഇവിടെ ഹിമമനുഷ്യൻ സഞ്ചരിക്കാറുണ്ടെന്ന്. അയാൾ പിടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ തിരിച്ചു വരാൻ ഒരിക്കലും പറ്റില്ല. പൊളിക്കടുത്തല്ലോ ഹിമമനുഷ്യനാ. എന്റെ പത്തുലു, എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ എവറസ്റ്റ് ഏത് ഭാഗത്താ ഉള്ളതെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, നിനക്ക് തോന്നുന്നത് ചെയ്യേ. ഞാനിപ്പോ ഇവിടെ മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ പോവുക. പുറത്ത് നല്ല തണുപ്പാണ്. ആരാത് ആരാത്? കണ്ടിട്ട് വലിയ പരിക്കായിട്ട് തോന്നുന്നില്ല. ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഈ കാല് ശരിയാക്കി തരാം. ആ, ഇപ്പോഴെങ്ങനെയുണ്ട്? എന്താ പറ്റി എന്റെ മോട്ടു? മനുഷ്യൻ എവിടെയാണ് ഹിമ മനുഷ്യൻ? മോട്ടു എഴുന്നേൽക്ക്, എവറസ്റ്റ് കേറാൻ പോവണ്ടേ? എന്താ? അതെ അതെ, എവറസ്റ്റിലേക്ക് പോണം. വരൂ, വേഗം വരൂ. അല്ല, ആരാ ഇവിടെ ഏണി ഇങ്ങനെ കിടത്തിയിട്ടത്? ഏണി ഇങ്ങനെ ചാരിയല്ലേ വെക്കേണ്ടത്? എങ്കിലല്ലേ കേറി പോവാൻ പറ്റുള്ളൂ. എന്ത് വിഡിത്തമായി കാണിച്ചത്? ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ മോട്ടു, നീ എന്തായി ചെയ്തത്? നമ്മളെല്ലാവരും ഇനി എങ്ങനെ അങ്ങോട്ട് പോവാ? എനിക്ക് എങ്ങനെ അറിയാനാ ഈ ഏണി അപ്പുറത്തേക്ക് പോവാനുള്ളതായിരുന്നു എന്ന്? ഇനി നമ്മളെല്ലാവരും ഇവിടുന്ന് തിരിച്ചു പോകുകയേ വഴിയുള്ളൂ. ബൈ ബൈ മോട്ടു പത്ലു, ബൈ ബൈ. അതെ, ആരും തന്നെ തിരിച്ചു പോകാൻ പാടില്ല. ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നമ്മൾ തിരിച്ചു പോകുന്നില്ല. വിഷമിക്കണ്ട പത്ലു, വിഷമിക്കണ്ട. ഞാൻ ഈ കയറ് കെട്ടിയിട്ട് ആദ്യം അപ്പുറത്തേക്ക് പോവാം. അതിനുശേഷം നിങ്ങൾ ഈ കയറെ പിടിച്ചിട്ട് പതുക്കെ പതുക്കെ വന്നാ മതി. ഓക്കേ?
കണ്ടില്ലേ ഏണിയുടെ അടുത്ത് എത്തിയത്? മോട്ടു നീ അവിടെ കിടന്ന് വാച് കടിക്കാതെ എല്ലാവരെയും മുകളിലേക്ക് വലിക്ക വേഗം. ഇനി നമ്മൾ ഒന്നിനെയും പേടിക്കണ്ട, ധൈര്യമായിട്ട് നടന്നോളൂ. അതെ സുഹൃത്തെ, നിങ്ങളുടെ ആ കയറ് മറക്കാതെ കൊണ്ടുപോണേ. വീണ്ടും അതിന്റെ ആവശ്യം വന്നാലോ? ഓഹോ, അതെ 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 അതെ, താങ്ക് യു സോ മച്ച്. ബൈ പക്ഷെ ബൈ. അതിനെന്തിനാ നിങ്ങൾ ബൈ ബൈ പറയുന്നത്? ഞങ്ങളെല്ലാവരും നിങ്ങളുടെ പുറകിൽ തന്നെ വന്നോണ്ടിരിക്കല്ലേ? പക്ഷെ എങ്ങനെ വരാനാ? കയർ ഞങ്ങൾ വലിച്ചെടുത്തല്ലോ. ഇതിലൂടെയല്ലേ മോളിൽ കയറാൻ പറ്റൂ. നിങ്ങൾ ഇത്രയ്ക്ക് പൊട്ടന്മാരാണോ? ഞങ്ങൾ ശക്തിശാലികളാണ്. ബൈ ബൈ പൊട്ടന്മാരെ. ആ കയറ് നിങ്ങൾ കൊണ്ടുവയ്ക്കോ, ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള കയറിൽ കയറി വന്നോളാം. എന്റെ അമ്മ. എന്റെ അമ്മോ. മോട്ടു, തന്റെ കഴിവ് അപാരം തന്നെ. കഠിനമായി കഷ്ടപ്പെടുന്നവർക്ക് വിജയം എപ്പോഴും ഉണ്ടാവും. ഈ ഫുർഫുരി നഗർക്കാർക്ക് ഇത്രയും ശക്തി എവിടുന്നാ കിട്ടിയേ? വാ വാ, വേഗം വാ. മോട്ടു പത്ലു, നിങ്ങൾ ഇവിടെ വരെ വന്നല്ലോ. പക്ഷെ ഈ കയറ്റം കുറച്ച് ഡേഞ്ചറസ് ആണ്. ദോ അങ്ങോട്ട് നോക്കൂ, അതാണ് എവറസ്റ്റ്. മോട്ടു, എല്ലാവരും കയറി ഇടുപ്പിൽ കെട്ടിക്കോ. എങ്കിൽ മാത്രമേ ഒരാൾ വഴുക്കി വീണാൽ പോലും മറ്റാൾക്ക് പിടിച്ചു നിർത്താൻ കഴിയും. എന്റെ അമ്മോ. രക്ഷിക്കണേ. രക്ഷിക്കണേ. നമ്മളെങ്ങനെ എവറസ്റ്റിലെത്തി? എന്റെ മോട്ടു, ഇന്ന് നീ വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നേ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മൾ എവറസ്റ്റാ കീഴടക്കിയിരിക്കുന്നേ. ഇതിന്റെയൊക്കെ കാരണം നിന്റെ പ്രയത്നം മാത്രമാണ്. മനുഷ്യൻ വന്നിരിക്കുന്നു.
ഹിമമനുഷ്യ, ഞാൻ നിങ്ങളെ ജീവൻ രക്ഷിച്ചു. അതിന് താങ്ക്സ് പറയാതെ ഞങ്ങൾ പോകുന്നിടത്തൊക്കെ ഞങ്ങളുടെ പുറകിൽ വന്ന് ഇങ്ങനെ പേടിപ്പിക്കുക. ഞാൻ താങ്ക് യു പറയാനാ പുറകെ വന്നോണ്ടിരുന്നത്. പക്ഷെ നീ പിടിതരാതെ ഓടുകയായിരുന്നല്ലോ. എനിക്ക് വയസ്സായില്ലേ, അധികം ഓടാൻ പറ്റുമോ? നിന്റെ അത്ര ശക്തി എനിക്കില്ലല്ലോ. എവിടുന്ന് കിട്ടിന്ന് എനിക്ക് ഈ ശക്തി? നിങ്ങളെ കണ്ടപ്പോ ഞാൻ പോലും അറിയാതെ എനിക്കുള്ളിൽ ഒരു ശക്തി ഉണ്ടായതാണ്. പത്ലു, പേടിക്കണ്ട, ഇതെന്റെ കൂട്ടുകാരൻ ഹിമമനുഷ്യനാണ്. പിന്നെ ഹിമമനുഷ്യ, ഇതെന്റെ കൂട്ടുകാർ ചിങ്കം, ഡോക്ടർ ജഡ്ക, ഗസീറ്റാറാം, പിന്നെ പത്ലു. ഹലോ എവരിബഡി, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ഫോട്ടോ എടുക്കാം. Watch India's largest kids library only on Jio Hotstar. Download the app now.